ഓഫ് ഇന്ത്യയുടെ വിമൻസ് ഫുട്ബോൾ കോച്ചാണ്. ഞങ്ങളിപ്പോൾ നാമക്കുഴി സിസ്റ്റേഴ്സിന്റെ കസിൻ ബ്രദറാണ്. ഇന്റർനാഷണൽ ലെവലിൽ ഏറ്റവും കൂടുതൽ വോളിബോളിൽ മികവുപിടിപ്പിച്ചാണ് നാമക്കുഴി സിസ്റ്റേഴ്സ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് അർജുന അവാർഡ് കിട്ടുന്ന മലയാളി വനിത നാമക്കുഴിയുടെ KC ഏലമയാണ്. ഇപ്പോൾ റോളർ ഹോക്കി, റോളർ ബാസ്കറ്റ് ബോൾ, അതുപോലെ ഉള്ള ഗെയിമുകൾ റോളർ ഫുട്ബോളൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഒരു പുതിയ ഇവന്റ്, ഒരു റോളർ ക്രിക്കറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. റോളർ സ്കേറ്റിംഗ് കൊച്ചിയിലും ട്രിവാൻഡ്രത്തും ഒക്കെ പഠിക്കാൻ ഒരു സാറിന്റെ കുട്ടിക്ക് ചോദിച്ചപ്പോൾ 35,000 രൂപയാണ് പാക്കേജ്. അപ്പോൾ നമ്മളിവിടെ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ ലക്ഷ്യം എന്നാന്ന് വെച്ചാൽ ഈ അമേരിക്കയിലെ സയന്റിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ റോളർ സ്പോർട്സ് അസോസിയേഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ കുട്ടികൾക്ക് ഒരു ഇന്റർനാഷണൽ ലെവലിലൊക്കെ എത്തിക്കാനുള്ള ഒരു പരിശീലന രീതിയാണ് നമ്മളിപ്പോൾ ആവിഷ്കരിച്ചത്. പക്ഷേ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ഈ മേഖലയിൽ കുട്ടികൾക്ക് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കോച്ചിങ്ങിനാണേലും ശരി, അതിനുള്ള മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ആണേലും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടികളായതുകൊണ്ട് നമുക്ക് അനേകം സ്പോൺസർമാരുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സാധാരണഗതിയിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ സ്കേറ്റിങ്ങിനുള്ള അവസരമൊക്കെ വളരെ പരിമിതമാണ്. എന്നാൽ നമ്മുടെ സ്കൂളിലെ 30ഓളം കുട്ടികൾ ഏറ്റവും നല്ല രൂപത്തിൽ സ്കേറ്റിംഗ് നടത്തി റവന്യൂ ജില്ലയിൽ പങ്കെടുത്തു. 3 കുട്ടികൾക്ക് സംസ്ഥാന തലത്തിൽ മത്സരിക്കുവാനുള്ള അവസരവും ലഭിച്ചു. വൈക്കം രൂപപ്പെടുത്തുന്ന കായിക ചരിത്രത്തിന്റെ താളുകൾ റോളർ സ്പോർട്സിന്റെ താളമിട്ട ചുവടുകളോടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സാധ്യതയുടെയും പ്രയോജനമെടുത്ത് ഒരു പൊതുജീവിതം ഈ കായിക മേഖലയിൽ സൃഷ്ടിക്കാൻ വൈക്കം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും ജോമോൻ ജേക്കബ് സാറിന്റെ നേതൃത്വത്തിലുള്ള സമർപ്പിത സംഘവും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ലോകത്തിനു മുന്നിൽ അതുല്യവും പുതിയതുമായ ഒരു കായിക പ്രചോദനമായി റോളർ ക്രിക്കറ്റ് ആദ്യമായി അവതരിപ്പിച്ചത് വൈക്കത്താണ്. ജോമോൻ ജേക്കബ് സാറിന്റെ ദീർഘവീക്ഷണവും അതിശയകരമായ നേതൃത്വവും ഈ കായിക സങ്കല്പത്തിന് ഒരു യാഥാർത്ഥ രൂപം നൽകി. പൊതുവെ കൈക്കൊള്ളുന്ന ക്രിക്കറ്റിന്റെ തീവ്രതയും രസവും റോളർ സ്കേറ്റിംഗിന്റെ ത്വരയും ചേർന്ന് ഈ ഗെയിം ഒരു വ്യത്യസ്ത ശൈലിയിൽ പുനരാഖ്യാനം ചെയ്യപ്പെടുന്നു. കളിക്കാരുടെ ശാരീരിക പ്രാപ്തിയും മാനസിക ത്വരയും ഒരേ സമയം പരീക്ഷിക്കുന്നതിലൂടെ റോളർ ക്രിക്കറ്റ് മികച്ച ആരോഗ്യ കായിക മോഡലായി മാറ്റുകയാണിവിടെ. പെൺകുട്ടികളുടെ കായിക കഴിവുകൾക്ക് ശക്തമായ പിന്തുണ നൽകുന്നതിന് വൈക്കം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സൗജന്യ റോളർ സ്പോർട്സ് പരിശീലനം ആരംഭിച്ചുകൊണ്ടാണ്. ഈ പരിശീലന പരിപാടികൾ അവരുടെ കഴിവുകൾ പ്രചരിപ്പിച്ച് ദേശീയ അന്തർദേശീയ മികവിലേക്കുള്ള പാത ഒരുക്കുക കൂടെയാണ് അവർ ചെയ്യുന്നത്. ഈ പദ്ധതികൾ സ്കൂളിൽ സജീവമായി പങ്കെടുക്കുന്ന കുട്ടികളിൽ ആത്മവിശ്വാസവും ശാരീരിക ഊർജവും വർദ്ധിപ്പിക്കുന്നതായി നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം. വൈക്കത്തിന്റെ റോളർ സ്പോർട്സ് പ്രവർത്തനങ്ങൾ പ്രാദേശികവും സംസ്ഥാന തലങ്ങളിലും ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചു. റോളർ സ്കേറ്റിംഗിൽ നേടിയ ഉയർന്ന പോയിന്റുകൾ സ്കൂളിന്റെ മികവിന്റെ തെളിവാണ്. സ്റ്റേറ്റ് സീനിയർ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം വൈക്കത്തിന്റെ ചലനാത്മകതയുടെയും ത്വരയുടെയും മികച്ച ഉദാഹരണമായി മാറി. റോളർ ഹോക്കി, റോളർ ബാസ്കറ്റ് ബോൾ തുടങ്ങിയ കായികങ്ങൾ സ്കൂൾ ഗെയിംസിലും സ്പോർട്സ് കൗൺസിലിലും അംഗീകാരം നേടിയതുപോലെ റോളർ ക്രിക്കറ്റിനും അതിന്റെ യോഗ്യമായ സ്ഥാനം നേടുക എന്നതാണ് പ്രധാന ദൗത്യമായി ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അടുത്ത സ്റ്റേറ്റ്, ദേശീയ, ആഗോള ടൂർണമെന്റുകളിൽ വൈക്കത്തിന്റെ വിദ്യാർത്ഥികൾ ഉയർന്ന നിലവാരത്തിൽ മികവ് തെളിയിക്കാൻ ഒരുങ്ങുകയാണ്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കായിക രംഗത്തെ വ്യത്യസ്തമായ ആശയങ്ങൾക്കുള്ള പ്രചോദനമായിരിക്കുകയാണ്. നമ്മളിപ്പോൾ വനിതാ സ്പോർട്സ് അക്കാഡമിയിൽ വൈക്കം ഗേൾസ് കേന്ദ്രമാക്കി റോളർ സ്പോർട്സ് പരിശീലനം തുടങ്ങിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ റവന്യൂ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് നമ്മുടെ സ്കൂളാണ്. കൊച്ചിയിൽ 2005 തുടങ്ങിയ റോളർ ബാസ്കറ്റ് ബോൾ പിന്നീട് ഇപ്പോൾ വൈക്കം വനിതാ സ്പോർട്സ് അക്കാഡമി കേന്ദ്രമാക്കി വൈക്കം ഗേൾസിൽ റോളർ സ്പോർട്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കോട്ടയം റവന്യൂ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ, എറണാകുളം റവന്യൂ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ കുട്ടികൾ മികവ് പ്രകടിപ്പിച്ചിരുന്നു. കോട്ടയം റവന്യൂ ജില്ലാ സീനിയർ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് വൈക്കം ഗേൾസാണ്. കൂടാതെ പാലക്കാട് നടന്ന കേരള സ്റ്റേറ്റ് സീനിയർ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ നല്ല മികവ് പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ റോളർ ഫുട്ബോൾ, റോളർ ബാസ്കറ്റ് ബോൾ, റോളർ ഹോക്കി എന്നീ പരിശീലനം നടത്തി കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് വേൾഡിൽ ആദ്യമായിട്ട് തന്നെ റോളർ ക്രിക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. റോളർ സ്കേറ്റിങ്ങും ക്രിക്കറ്റും സംഗമിക്കുന്ന ഗെയിമാണ് റോളർ ക്രിക്കറ്റ്.
എൻ്റെ പേര് ജോമോൻ ജേക്കബ്. ഞാൻ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിമൻസ് ഫുട്ബോൾ കോച്ചാണ്. ഞങ്ങളിപ്പോൾ നാമക്കുഴി സിസ്റ്റേഴ്സിൻ്റെ കസിൻ ബ്രദറാണ്. ഇൻ്റർനാഷണൽ ലെവലിൽ ഏറ്റവും കൂടുതൽ വോളിബോളിൽ മികവ് പിടിപ്പിച്ചാണ് നാമക്കുഴി സിസ്റ്റേഴ്സ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് അർജുന അവാർഡ് കിട്ടുന്ന മലയാളി വനിത നാമക്കുഴിയുടെ KC ഏലമ്മയാണ്. അങ്ങനെ ഒരു കായിക കുടുംബത്തിൽ ജനിക്കുകയും കൂടുതലായിട്ട് ഫുട്ബോൾ, ഹോക്കി ഒക്കെ ചെയ്തു വരികയും അങ്ങനെ ഫുട്ബോളിലും ഹോക്കിയിലും 24 ദേശീയ താരങ്ങളും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ 2 ഇന്ത്യൻ ക്യാമ്പ് താരങ്ങളും നിരവധി താരങ്ങൾക്ക് ജോലിയെല്ലാം സ്പോർട്സിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വൈക്കിംഗ് ഗേൾസ് കേന്ദ്രമാക്കി വനിതാ സ്പോർട്സ് അക്കാഡമി ഉണ്ട്. ആ സ്പോർട്സ് അക്കാഡമിയുടെ കീഴിൽ ടിവിപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, മടിയത്തറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള്, മുഹമ്മദ് ബഷീർ ഹയർ സെക്കൻഡറി സ്കൂള് ഇങ്ങനെയുള്ള സ്കൂളിലെ കുട്ടികളാണ് ചെയ്യുന്നത്. 50ഓളം സ്റ്റേറ്റ് താരങ്ങൾ ഇവിടെ നിന്ന് ഹോക്കി, ഫുട്ബോൾ, റോളർ സ്കേറ്റിങ്ങിൽ വരുന്നുണ്ട്. കൂടാതെ CWSൽ 20 താരങ്ങളുണ്ട്. കേരള സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ CWSൽ സ്റ്റേറ്റ് റണ്ണേഴ്സ് ആയത് എൻ്റെ ടീമായിരുന്നു. റോളർ സ്കേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ റോളർ സ്കേറ്റ് ധരിച്ച് നമ്മൾ സഞ്ചരിക്കുന്ന ഒരു ഇതാണ് മനസ്സിലേക്ക് വരുന്നത്. ഇപ്പോൾ ഇതൊരു സ്പോർട്സ് വിഭാഗമായിട്ട് ആണ് ആദ്യമായിട്ടാണ് വൈക്കത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത്. സാധാരണ കുട്ടികളാണ്, ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികൾക്കാണ് പരിശീലനം കൊടുക്കുന്നത്. ഈ റോളർ സ്പോർട്സ് ഏതൊക്കെ സ്പോർട്സ് വിഭാഗത്തിലാണ് വരുന്നത്? ഇപ്പോൾ റോളർ സ്പോർട്സിൽ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയത് 2005 ഇന്ത്യയിൽ ആദ്യമായിട്ട് റോളർ ബാസ്ക്കറ്റ് ബോളാണ് തുടങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ റോളർ ഹോക്കി, റോളർ ഫുട്ബോളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ വേൾഡിൽ തന്നെ ആദ്യമായിട്ട് റോളർ ക്രിക്കറ്റ്, റോളർ സ്കേറ്റിംഗും ക്രിക്കറ്റും സംഗമിക്കുന്ന റോളർ ക്രിക്കറ്റ് ഇന്നിവിടെ പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ്. റോളർ സ്കേറ്റിങ്ങിൽ ഇപ്പോൾ നമ്മളിവിടുത്തെ കുട്ടികൾ കോട്ടയം റവന്യൂ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മികവ് ഒടിപ്പിച്ചിരുന്നു. അതുപോലെ എറണാകുളം റവന്യൂ ജില്ലയിൽ നമ്മൾ പങ്കെടുത്തിരുന്നു. കോട്ടയം റവന്യൂ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ സ്കൂള് വൈക്കിംഗ് ഗേൾസ് ആണ്. അതുപോലെ പാലക്കാട് നടന്ന സ്റ്റേറ്റ് സീനിയർ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മികവ് ഒടിപ്പിച്ചിരുന്നു. ഇപ്പോൾ റോളർ ഹോക്കിയും എല്ലാം കേരള സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ റോളർ ബാസ്ക്കറ്റ് ബോളും നമ്മൾ അംഗീകാരത്തിന് വേണ്ടി അതിനുള്ള ശ്രമത്തിലാണ്. റോളർ ക്രിക്കറ്റ് വേൾഡിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങളുടെ കുട്ടികൾ. സാധാരണ രീതിയിൽ റോളർ സ്കേറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുന്നത് സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതൊരു സാമ്പത്തിക മുന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികൾക്ക് കയറി വരാൻ സാധ്യത ഇന്ന് നിലവിലുണ്ടോ? ഇത് ശരിക്കും ഈ അമേരിക്കയിലും അല്ലെങ്കിൽ വിദേശ കൺട്രികളിലും യൂറോപ്യൻ കൺട്രികളിലെല്ലാം ഇത് സാധാരണ ഒരു ഗെയിമാണ്. വളരെ ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പുകളും വേൾഡ് ചാമ്പ്യൻഷിപ്പുകളും എല്ലാം നടന്നിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ കുട്ടികൾ ഇപ്പോൾ സാധാ സ്കേറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ചില കുട്ടികൾക്ക് മാത്രമാണ് ഫോറിൻ സ്കേറ്റർ ഉള്ളൂ. ഫോറിൻ സ്കേറ്ററാണ് കൂടുതൽ അഡ്വാൻറ്റേജ്, നല്ല സ്പീഡ് എല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു സ്പോൺസർഷിപ്പൊക്കെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ ഏതൊക്കെ റോളർ സ്പോർട്സിലാണ് പരിശീലനം നടക്കുന്നത്? ഇപ്പോൾ റോളർ ഹോക്കി, റോളർ ബാസ്ക്കറ്റ് ബോള്, അതുപോലെ ഉള്ള ഗെയിമുകൾ റോളർ ഫുട്ബോളൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഒരു പുതിയ ഇവൻറ്റ്, ഒരു റോളർ ക്രിക്കറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. റോളർ സ്പോർട്സ് വൈക്കത്ത് നടക്കുന്ന കാര്യം പൊതുസമൂഹം അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? ഇപ്പോൾ റോളർ സ്കേറ്റിങ് കൊച്ചിയിലും ട്രിവാൻഡ്രത്തും ഒക്കെ പഠിക്കാൻ ഒരു സാറിൻ്റെ കുട്ടിക്ക് ചോദിച്ചപ്പോൾ 35,000 രൂപയാണ് പാക്കേജ്. അപ്പോൾ നമ്മളിവിടെ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് കൂടുതലായിട്ട് കുട്ടികൾ വരേണ്ടതുണ്ട്. കാരണം നിരവധി കുട്ടികൾക്ക് ഇത് സൗജന്യമായിട്ട് പരിശീലിപ്പിച്ച് നല്ല ട്രെയിനിങ് ചെയ്തു കൊടുത്താൽ നമുക്കൊരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വരെ നമുക്കിത് എത്തിക്കാൻ കഴിയും. നിലവിൽ ഈ പരിശീലനത്തിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് കൂടുതൽ ആളുകൾക്ക് ഇതിൽ നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടാവും. എങ്ങനെയാണ് ഇവിടുത്തെ പരിശീലന രീതി, പരിശീലന സമയം, കാര്യങ്ങളൊക്കെ എന്ന് പറയും? ഇപ്പോൾ ഇവിടെ നമ്മൾ അവധി ദിവസങ്ങളിലാണ് വിവിധ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വരുന്നു, പരിശീലിക്കുന്നുണ്ട്. അവധി ദിവസങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ട് പരിശീലനം നടത്തുന്നത്. അപ്പോൾ പരിശീലിക്കുന്ന ആദ്യം റോളർ സ്കേറ്റിംഗ് പരിശീലിപ്പിക്കും. അതിന് ശേഷമാണ് ഗെയിമുകൾ പരിശീലനം കൊടുക്കുന്നത്. റോളർ സ്പോർട്സിൽ നമ്മുടെ സ്റ്റേറ്റ് സ്കൂളിലെ കുട്ടികൾക്ക് വളരെ പരിമിതമായിട്ടുള്ള അവസരം മാത്രമേ ഉള്ളൂ. മറ്റ് അനന്തമായ സാധ്യതകൾ ഇതിലുണ്ടോ? ഇപ്പോൾ റോളർ സ്പോർട്സിനെ സംബന്ധിച്ച് അമേരിക്കയിലാണ് ഇതിൻ്റെ തുടക്കം. പല ഗെയിമുകളുടെയും റോളർ ക്രിക്കറ്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം തുടക്കം അമേരിക്കയിലാണ്. അപ്പോൾ അമേരിക്കയിൽ ഒരു മലയാളിയുണ്ട്, പോസ്റ്റ് ഡോക്ടറേറ്റ് കെമിസ്ട്രിയിൽ കിട്ടിയ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം വഴി അവിടുത്തെ റോളർ സ്പോർട്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വിദഗ്ധമായ പരിശീലനം കിട്ടാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. അമേരിക്കയിലെ റോളർ സ്പോർട്സിൻ്റെ വിവരങ്ങളെല്ലാം അദ്ദേഹം നൽകാമെന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. ഇപ്പം നമ്മുടെ കുട്ടികൾ ഇവിടെ പരിശീലിച്ചു നല്ല രീതിയിൽ ഇന്ന് ക്രിക്കറ്റെല്ലാം ഫുട്ബോളും ബാസ്ക്കറ്റ് ബോളും എല്ലാം പരിശീലിക്കുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്നാന്ന് വെച്ചാൽ ഈ അമേരിക്കയിലെ സയൻറ്റിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ റോളർ
സ്പോർട്സ് അസോസിയേഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ കുട്ടികൾക്ക് ഒരു ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ എത്തിക്കാനുള്ള ഒരു പരിശീലന രീതിയാണ് നമ്മളിപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ നന്നായിട്ട് പരിശീലിച്ചാൽ ഇൻ്റർനാഷണൽ ലെവലിൽ വരെ നമുക്ക് ഈ റോളർ സ്പോർട്സിൽ എത്തിപ്പിടിക്കാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. റോളർ സ്പോർട്സിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള കുട്ടികളാണ്. അപ്പോൾ ഇവർ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണ് സാർ? ഇപ്പോൾ റോളർ സ്പോർട്സിൽ പരിശീലിക്കണമെങ്കിൽ നല്ല സ്കേറ്റർ വേണം. അതിൽ 50,000 രൂപ വിലയുള്ള സ്കേറ്ററൊക്കെ വേണം. ഇപ്പോൾ നമ്മൾ സാധാരണ 3,000-2,000 രൂപയുടെയൊക്കെ സ്കേറ്റർ ഉപയോഗിച്ചാണ് പരിശീലിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ല സ്പോൺസർഷിപ്പ് കിട്ടിയേ തീരൂ. പിന്നെ ഇങ്ങനെ ഒരു പരിശീലനം ഈ വൈക്കത്ത് ഈ അക്കാഡമിയിൽ നടക്കുന്നുണ്ടെന്ന് അധികം ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ഇത് നന്നായിട്ട് പ്രചരിപ്പിച്ചു വരുവാണെങ്കിൽ ധാരാളം കുട്ടികൾക്ക് ഈ പരിശീലനത്തിൽ പങ്കെടുക്കാം. അവർക്കൊരു നാഷണൽ ഇൻ്റർനാഷണൽ ലെവലുകളിലെല്ലാം ഉയർന്നു പോകാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി മെയിനായിട്ട് ചെയ്യുന്നത് ഇത് നന്നായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് വരിക. കൂടാതെ ഇങ്ങനെ സ്പോൺസർഷിപ്പിന് വേണ്ടി നല്ലൊരു സ്കേറ്റർ ഇവർക്ക് കിട്ടുവാണെങ്കിൽ ഇവർക്ക് നല്ല ഉറപ്പായിട്ട് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ വരെ നമ്മുടെ ഈ പ്രദേശത്തുള്ള പാവപ്പെട്ട കുട്ടികളാണ് കൂടുതൽ വരുന്നത്, അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയും. യാതൊരുവിധ പ്രതിഫലിച്ച ഇല്ലാതെയാണ് സാറ് മുന്നോട്ട് വന്നിരിക്കുന്നത്. സാറിൻ്റെ ആഗ്രഹം പോലെ കുട്ടികൾ നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും ധാരാളം മെഡലുകൾ നേരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി സാർ. നമസ്കാരം, ഞാൻ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളാണ്. നമ്മുടെ സ്കൂളിൽ പുതുതായിട്ട് തുടങ്ങിയൊരു ഐറ്റമാണ് റോളർ സ്കേറ്റിങ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ വർഷം തന്നെ റവന്യൂ ജില്ലയിലെ ധാരാളം പോയിന്റുകൾ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒപ്പം സ്റ്റേറ്റ് തലത്തിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും നമ്മുടെ കുട്ടികൾക്കായിട്ടുണ്ട്. പക്ഷേ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ഈ മേഖലയിൽ കുട്ടികൾക്ക് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കോച്ചിങ്ങിനാണേലും ശരി, അതിനുള്ള മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ആണേലും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടികളായതുകൊണ്ട് നമുക്ക് അനേകം സ്പോൺസർമാരുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ പറ്റുന്ന നല്ല താരങ്ങളെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കും. ഒത്തിരി കഴിവുള്ള മക്കളാണ് നമ്മളുടെ കുട്ടികൾ. പക്ഷേ സാമ്പത്തികമാണ് നമ്മളെ പിന്നോട്ട് നയിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഏതെങ്കിലും വിധത്തിൽ സ്പോൺസേഴ്സിനെ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഇവരെ ഉയരങ്ങളിൽ എത്തിക്കുവാനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വൈക്കം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ ഈ വൈക്കം ടൗണിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെൺപള്ളിക്കൂടമാണ്. ഇവിടെ 500ഓളം കുട്ടികളാണ് പഠിക്കുന്നത്. 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ. ഇവരിൽ നിന്ന് ഏകദേശം 50ഓളം കുട്ടികൾ കായിക മത്സരങ്ങളിൽ വിജയിച്ച് റവന്യൂ ജില്ലയിൽ നിന്ന് വിജയം നേടി. ധാരാളം കുട്ടികൾ സംസ്ഥാന തലത്തിലും എത്തി മത്സരങ്ങളിൽ പങ്കെടുത്തു. ഇവിടുത്തെ പ്രധാന ഇനങ്ങൾ റോളർ സ്കേറ്റിങ്, ഹോക്കി എന്നിവയായിരുന്നു. സാധാരണഗതിയിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ സ്കേറ്റിങ്ങിനുള്ള അവസരമൊക്കെ വളരെ പരിമിതമാണ്. എന്നാൽ നമ്മുടെ സ്കൂളിലെ 30ഓളം കുട്ടികൾ ഏറ്റവും നല്ല രൂപത്തിൽ സ്കേറ്റിംഗ് നടത്തി റവന്യൂ ജില്ലയിൽ പങ്കെടുത്തു. 3 കുട്ടികൾക്ക് സംസ്ഥാന തലത്തിൽ മത്സരിക്കുവാനുള്ള അവസരവും ലഭിച്ചു. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ വളരെ പാവപ്പെട്ടവരും സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരുമാണ്. എന്നിരുന്നാലും സ്കേറ്ററുകൾ, വില കുറഞ്ഞ സ്കേറ്ററുകൾ സംഘടിപ്പിക്കുകയും അത് വച്ചിട്ട് പരിശീലനം നടത്തിയാണ് സംസ്ഥാന തലം വരെ എത്തിച്ചേർന്നത്. ഇവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ, സ്പോൺസർഷിപ്പ് ലഭിക്കുകയാണെങ്കിൽ കുട്ടികൾ ഇനിയും ബഹുദൂരം വളർന്ന് നാഷണൽ ലെവൽ വരെ എത്തിച്ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ അവധി ദിവസങ്ങളിൽ നിരന്തരമായ കായിക പരിശീലനം നൽകുന്നുണ്ട്. തികച്ചും ഫ്രീ ആയിട്ട് തന്നെയാണ് ഇവിടെ പരിശീലനം നൽകി വരുന്നത്.